ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ നല്ല ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ട്ടോ. ഓരോ റെസിപ്പിയും ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ സിറ്റുവേഷനും ടൈമൊക്കെ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. പക്ഷേ ഇൻഷാ അള്ളാ ഇനി ഗ്യാപ്പ് എടുക്കാണ്ട് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി നോക്കാം. ഇതെന്താണെന്ന് ഞാൻ ഫസ്റ്റ് കാണിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. മീൻ പൊള്ളിച്ചതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു കരിമീൻ എടുത്തിട്ടുണ്ട്. നമ്മളെങ്ങനെയാണ് പറയുക, നിങ്ങളുടെ അടുത്ത് എന്താ പറയുകയെന്ന് അറിയില്ല. ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കുമല്ലേ. അപ്പോൾ നമുക്ക് ആ മീനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി, കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ഓയിൽ, ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് നല്ല മാരിനേഷൻ ആക്കി എടുക്കുക. ഇത് നമുക്ക് ഈ മീനിലേക്ക് മസാല ആക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ജസ്റ്റ് പേസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഈ ഒരു സ്റ്റെപ്പെല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോൾ ആക്കുന്ന മസാല തന്നെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തെടുത്താൽ മതിട്ടാ. ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങളിഷ്ടം ഇതിലെന്തെങ്കിലും സ്കിപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ഫിഷ് എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, കുറച്ച് വലുത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് ആക്കാൻ നോക്കുക. അതായത് നല്ലോണം വരയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്നാലേ അതിൻ്റെ ഉള്ളിലേക്കെല്ലാം മസാല പിടിക്കുള്ളൂ. അപ്പം അങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ആ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ട. നമ്മൾ എത്ര ടൈം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടോ അത്രയും അതിന് മസാല പിടിക്കും, അത്രയേ ഉള്ളൂ. മിനിമം ഒരു 1 ഹവറെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ഫിഷും കൂടി വെച്ച് കൊടുക്കാം. അതൊന്ന് രണ്ട് സൈഡും ഒന്നിങ്ങനെ മുരിഞ്ഞ് വരുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫുള്ളായിട്ട് കുക്കാവണമെന്നില്ല, നമ്മൾ മസാലയിലും കൂടി ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മൊത്തത്തിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മസാല ഉണ്ടാക്കാനാണ്. അതിന് വേണ്ടിയിട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, കറിവേപ്പില. കുരുമുളക് ഞാൻ ഇവിടെ പച്ചയായിട്ട് തന്നെ എടുത്തതാണ് കേട്ടോ, ഫ്രഷ് തന്നെ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് മസാല ആക്കി എടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കട്ടാ. പിന്നെ അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഞാൻ വിട്ടുപോയതാണ് കേട്ടോ, കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. എന്നിട്ട് അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്തിട്ടില്ലേ, അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് സവാള ഇട്ടെടുക്കുക. സവാളയും ചെറിയ ഉള്ളിയും, അത് രണ്ടും ഹാഫ് ഹാഫായിട്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് മൊത്തത്തിലായിട്ട് ചെറിയ ഉള്ളി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ സവാളയെങ്കിൽ അങ്ങനെ എടുക്കാം. കൂടുതൽ ടേസ്റ്റ് വരിക ചെറിയ ഉള്ളി എടുക്കുമ്പോഴാണ്. ഞാനിപ്പോൾ ഇത് രണ്ടും പകുതിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി വേഗം സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ടും കൂടി നല്ലോണം സോഫ്റ്റ് ആക്കി എടുക്കാം. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാലയില്ലേ, അതാണ് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അതിൽ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും കുരുമുളകിൻ്റെ എല്ലാം ആ ഒരു പച്ചക്കുത്തലില്ലേ, അതൊക്കെ ഒന്ന് മാറുന്നവരെ ഇങ്ങനെ വഴറ്റി എടുക്കാം. നല്ലോണം കളറ് ചേഞ്ചായി വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. അടച്ചു വെച്ചിട്ടും കുറച്ച് ടൈം ഇടയ്ക്കിടെ ഇളക്കി നോക്കിയിട്ട് അങ്ങനെ അതൊന്ന് വേവിച്ചെടുക്കുക. ആ ഒരു മസാല അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഇളക്കാണ്ട്, ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ടൈം നമ്മൾ അതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. അതിന് ശേഷം ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലോണം സോഫ്റ്റായിട്ട് ഉടഞ്ഞ് വരും തക്കാളി. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുക, ചെക്ക് ചെയ്യുക. സോൾട്ട് വേണമെങ്കിൽ അത് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ. ഇനി മെയിനായിട്ട് വേണ്ടത് വാഴയിലയാണ് കേട്ടോ, മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ വലിയ പീസും ഇതുപോലെ ചെറിയ പീസ് നടുവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കട്ടായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ആക്കി വെച്ച മസാല ഇല്ലേ, അത് തേച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത മീനും വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലും കൂടി നമ്മൾ മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിവിടെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ചെറുനാരങ്ങയും പിന്നെ ക്യാരറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം.
ഫോൾഡ് ചെയ്തിട്ട് ഈ വാഴേൻ്റെ തന്നെ ഒരു സൈഡ് ഉണ്ടാവില്ലേ, ആ നടുവിലത്തെ അതൊന്ന് നേർപ്പിച്ച് കട്ട് ചെയ്താൽ ഇതുപോലെ നമുക്ക് കയറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതിനെ കൊണ്ട് തന്നെ കെട്ടിക്കൊടുക്കാം. എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ ബാക്കിയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് ടൈം വെക്കുക. അപ്പോൾ അതിങ്ങനെ ആ വാഴയിലൊക്കെ ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ മീനും എല്ലാം കൂടി ചൂടാവും, മസാല എല്ലാം സെറ്റായി വരികയും ചെയ്യും. അപ്പോൾ തന്നെ നമ്മൾ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടോ. ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് കഴിക്കാൻ പോകുന്നതിന്റെ മുന്നേയായിട്ട് ചെയ്താൽ മതി കേട്ടോ, ചൂടോടെ തന്നെ. ഇതൊക്കെ അറിയുന്നവരും ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. പക്ഷേ ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിന് കോംബോ ആയിട്ട് ഇവിടെ നൂൽ പൊറോട്ട എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ മീനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ആദ്യം ഫുള്ളായിട്ട് കുക്ക് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ രണ്ടാമത് കുക്ക് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും, മസാലയും പിടിച്ചിട്ടുണ്ടാവും. അത്രയും ടേസ്റ്റുമാണ്. നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ എന്തിനു വേണമെങ്കിലും കോംബോ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ, അസ്സലാമു അലൈക്കും.